ഹായ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാട്ടോ. അമ്പാടിനെയും കൊണ്ടൊരു ഔട്ടിങ്. എവിടെയാണെന്നല്ലേ, നമ്മുടെ കാക്കനാടുള്ള ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ. അത് കണ്ടപ്പോൾ തന്നെ അമ്പാടിക്ക് ഞങ്ങൾ ആരും വേണ്ടാന്നുള്ള രീതിയിൽ ഓടുക. അവൻ എവിടെ ചെന്നാലും ഈ ഒരു സാധനത്തിൽ വലിഞ്ഞു കയറിയില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. ആളത് കയറി കഴിഞ്ഞപ്പോൾ 2-3 സ്ലൈഡ് അങ്ങനെ കണ്ടു. പേരിൽ കൂടെ ഇറങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ അതിൽ കൂടെ നടന്ന് ലാസ്റ്റ് റെഡിലാണ് പുള്ളി ചെന്ന് അവസാനിച്ചത്. അപ്പോൾ ഇപ്പുറത്തേക്കൂടെ ഒരു പെങ്കൊച്ച് വന്ന കാരണം ഞാൻ ആദ്യം എന്നെ ചവിട്ടി താഴെയിടുമെന്ന് വിചാരിച്ചേ. പക്ഷെ എൻ്റെ മോൻ മാന്യനായതുകൊണ്ട് അപ്പുറത്തേക്കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതേ സാധനം തന്നെ ഈ ഗുഹ പോലെയുള്ള രീതിയിൽ വരില്ലേ, അങ്ങനത്തെ ഒരു സാധനം പുള്ളി കണ്ട്. പിന്നെ അതിനകത്ത് വലിഞ്ഞു കയറണം എന്നായിരുന്നു. സ്റ്റെപ്പൊക്കെ കയറി ചാടിത്തുള്ളി പോകണണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ ആൾ അതിൽ കൂടെ ഊർന്നിറങ്ങി വരുമെന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അവിടേക്ക് കടക്കാനുള്ള കുറച്ച് സ്പേസ് ഇതുപോലെ വല പോലത്തെ സ്ഥലമായിരുന്നു. ആൾക്കത് കിട്ടണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു പാരൻറ്റ് അതിൻ്റെ മക്കളെ കയറ്റി ആ പിള്ളേർ കൈ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇല്ല, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ യോദ്ധാവിനെ പോലെ ചിരിച്ച് മറിഞ്ഞതേ വന്ന് വീഴണ കാഴ്ചയാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്പാടി വാ നമുക്ക് ഊഞ്ഞാലാടാം. എവിടെ 2-3 ആട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളിക്ക് അത് മതിയായി. അമ്പാടിക്ക് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഭയങ്കര ഇഷ്ടം. വലിഞ്ഞു കയറുക, ചാടി തുള്ളുക, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോഴാണ് ഈ സാധനം കണ്ടത്. ഇതിനകത്ത് വലിഞ്ഞു കയറണതാണ്, പക്ഷേ ആൾക്ക് കാലൊന്നും എത്തുന്നില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആൾ ഒരു ചവിട്ടിയിട്ട് പിന്നെ നോക്കുന്നത് അടുത്ത എന്തിലോട്ടാണ് കയറണേന്നാണ്. അപ്പോഴാണ് അപ്പുറത്തായിട്ട് നമ്മുടെ ഫുട്ബോൾ കോർട്ട് ആൾ കാണുന്നത്. പണ്ട് തുടങ്ങി പന്തുകളുടെ പ്രാന്താണ്. ആദ്യം ഓടി വന്ന് ഒരു കിക്ക് അടിച്ചെങ്കിലും പിന്നീട് വോളിബോളാണോ ബാസ്ക്കറ്റ് ബോളാണോ എന്നറിയാണ്ട് കൈ കൊണ്ട് തട്ടുന്നു. ഞാൻ പറഞ്ഞു കാലും കൊണ്ട് തട്ടടാ എവിടെ. അത് കഴിഞ്ഞപ്പോൾ പുള്ളി നേരെ പോയത് നമ്മുടെ കറങ്ങുന്ന ഒരു സാധനമുണ്ട്. അതിനകത്ത് ഞാൻ ആദ്യം കയറ്റി ഇരുത്തി. അപ്പോൾ വേറൊരു പാരൻ്റ് അതിൻ്റെ മക്കളെ ഇങ്ങനെ ഇരുത്തി കറക്കുന്നുണ്ട്. പക്ഷെ അവൻ അതിൻ്റെ ഇടയിൽ ഓടണം, സീസോല് കയറണം. ഞാനിപ്പോൾ പറഞ്ഞു സഹായിക്കാതെ, വേണ്ട മമ്മി ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളൂ, ഇതൊക്കെ എന്ത് നിസ്സാരം എന്നുള്ള രീതിയിലാണ് പുള്ളി. അപ്പോൾ 2 പേർക്ക് ഇരിക്കുന്നത് കഴിഞ്ഞു. പിന്നെ ഒറ്റയ്ക്കുള്ള കുതിരയുടെ മുകളിൽ കയറി അത് നാടി ആടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മതി അമ്പാടി, അപ്പുറത്ത് വേറെ കളിക്കുന്ന സാധനങ്ങളുണ്ട്. പിന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പിന്നെ ചെന്നത് സൈക്കിൾ ചവിട്ടുന്ന സ്ഥലത്താണ്. ആക്ച്വലി അമ്പാടിക്ക് 2ാമത്തെ ബർത്ത്ഡേക്ക് നമ്മളൊരു സൈക്കിൾ ഗിഫ്റ്റ് ചെയ്തെങ്കിലും ആൾക്ക് അന്ന് ചെറുതാണ്, കാലൊന്നും എത്താത്തതുകൊണ്ടും ഇപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നതുകൊണ്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ടും സൈക്കിൾ ഇങ്ങനെ ഒരു മൂലയ്ക്ക് വെച്ചേക്കുക. അവിടെ ചെന്നപ്പോൾ ഉണ്ടോ അത്യാവശ്യം നല്ല സ്പേസും അവന് പറ്റിയ സൈക്കിളും. കഷ്ടപ്പെട്ട് ഞാൻ ഒരു റൗണ്ട് എത്തിച്ചു. പക്ഷെ ഇവൻ പതുക്കെ ചവിട്ടുന്നതുകൊണ്ട് ബാക്കി പിള്ളേരൊക്കെ ഭയങ്കര സ്പീഡിൽ വരുമ്പോൾ നമുക്ക് ടെൻഷനാണ് കൂട്ടിയിടിക്കുക എന്നുള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്പാടി മതി, നമുക്ക് അടുത്തയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോയി. അവനാണ് ആദ്യം ബാറ്റ് ചെയ്തത്. പക്ഷേ ആൾക്ക് ബാറ്റ് പൊക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവൻ ബോളിങ്ങിലേക്ക് തിരിഞ്ഞു. ഞാനാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് സൈഡിലായിട്ട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു നമ്മുടെ എക്സസൈസിൻ്റെ. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടു പഠിച്ചതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേണ്ട മമ്മി എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര മസിൽമാനെ പോലെയൊക്കെ ഓരോന്നിരുന്ന് ചെയ്തു. ഞാനപ്പോൾ അങ്ങ് മാറിക്കൊടുത്ത് എന്താണെന്ന് ചെയ്യട്ടേന്ന്. പിന്നെ ചാട്ടമായി, ഓട്ടമായി. ഈ പിള്ളേരുടെ സ്കൂട്ടറുണ്ടല്ലോ, കിഡ്സ് സ്കൂട്ടർ, അതിനകത്ത് കയറി ലാസ്റ്റ് അവിടെ നിന്ന് നല്ലൊരു ഫോട്ടോയ്ക്ക് പോസും ചെയ്തിട്ട് ഞങ്ങൾ ഇന്നത്തെ യുദ്ധം അവസാനിപ്പിച്ചു.